തിരികെ വരുമ്പോൾ വിജയരാഘവൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് ഇരുത്തിയാൽ അതിന് സമരം എന്ന് പറയാൻ പറ്റൂല. അത് സമരമല്ല, അത് സമരമല്ല. ഇത് സമരത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം 5 കൊല്ലം ഭരിച്ചിട്ടില്ലേ പൂർത്തീകരിക്കുക. ഭരണം ഇനി 1.5 കൊല്ലം കൂടി ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ പരിശ്രമിക്കും. ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് പിന്നെയും നടപ്പിലാക്കും. അങ്ങനെയല്ലേ എല്ലാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അത്തരത്തിൽ ഓണറേറിയമൊക്കെ വർദ്ധിപ്പിച്ചാൽ അത് പിന്നെ വോട്ടിന് വേണ്ടിയുള്ളതായി മാറില്ല. അതിപ്പോൾ നിങ്ങളുടെ വ്യാഖ്യാനം, നിങ്ങൾക്ക് പലതും വ്യാഖ്യാനിക്കുക. അത് വോട്ടിനല്ലേ, വോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഗവൺമെൻറ് നല്ല പ്രവർത്തനം നടത്തും. എല്ലാ പ്രവർത്തനത്തിലും ഇതിനിങ്ങനെയൊക്കെ പല കാര്യം ഉണ്ടല്ലേ. നിങ്ങൾക്കിപ്പോൾ നല്ല കാര്യത്തിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഗവൺമെൻറ്റിന് വിരുദ്ധമായ രൂപത്തിൽ ഉത്തരം കിട്ടാവുന്ന ചോദ്യങ്ങളും ചോദിക്കാലും തെറ്റൊന്നുമില്ല. പക്ഷേ ഈ സമരത്തെക്കുറിച്ച് വിവരമുള്ള എല്ലാവർക്കും അറിയാം. ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളല്ല ഇതിൽ വിഷയമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനത്തും കൊടുക്കാത്ത സഹായങ്ങൾ കേരളത്തിലെ ആശാവാണ് ഏറ്റവും നന്നായി ആശാമാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് വിജയരാഘവന്റെ വാദം. ഇപ്പോൾ